നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു ഇംഗ്ലീഷ് പുസ്തകമാണ്. ഇതാണ് ആ പുസ്തകം, ബിയോണ്ട് ദ AI ഡാനി ആൻഡ് ദ മിസ്റ്ററി ഓഫ് ന്യൂറോനെട്രിക്സ് 3. ഈ പുസ്തകം എഴുതിയത് ദീപേഷ് രാമചന്ദ്രൻ വിജയലക്ഷ്മി എന്നൊരു ഓഥറാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. ഒരു മലയാളിയുടെ സയൻസ് ഫിക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്നൊരു പുസ്തകമാണിത്. ഇതിൻ്റെ റൈറ്ററായ ദീപേഷ് 20 വർഷത്തോളമായി ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം മെറ്റയിലും മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം സിലിക്കൺ വാലിയിൽ AI-യും മെഷീൻ ലേണിങ്ങും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് എക്സ്പോഷറും അറിവുമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സയൻസ് ഫിക്ഷൻ AI-നെ ബേസ് ചെയ്ത് എഴുതുമ്പോൾ അതിൻ്റെ അകത്തൊരു ഓതൻറ്റിസിറ്റി എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം വളരെ നന്നായിട്ട് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പീരിയൻസ് ഈ പുസ്തകത്തിലോട്ട് വന്നതുകൊണ്ടുള്ള ഗുണം. പിന്നീട് ഈ ഒരു പുസ്തകം ഒരു സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ മാത്രമല്ല നമുക്ക് പെടുത്താവുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളെ ഓഥർ പരിഗണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഫാമിലി, ഡാനി എന്ന് പറയുന്ന 12 വയസ്സുള്ളൊരു കുട്ടിയുടെ ഫാമിലി ഒരു പുതിയ വീട്ടിലോട്ട് താമസം മാറി വരികയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത്. പുതിയ വീട്ടിലെത്തുമ്പോൾ ആ കുട്ടിക്ക്, ഡാനിക്ക്, അവിടെ നിന്ന് ഒരു സൂപ്പർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് AI കമ്പ്യൂട്ടർ ലഭിക്കുകയാണ്. ഡാനിക്ക് ആ സിസ്റ്റത്തിനോട് തോന്നുന്ന ക്യൂരിയോസിറ്റി വായനക്കാരെ നമുക്കും തോന്നും. ആ രീതിയിലാണ് അതിൻ്റെ ഓഥർ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കുട്ടി ഓരോ സ്റ്റെപ്പ് എടുത്ത് ആ ഒരു സിസ്റ്റത്തിനെ എനേബിൾ ആക്കുകയും അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പസിൽ പോലെ നമുക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഒരു ഓഥറിൻ്റെ ആളുകളെ പിടിച്ചെടുത്താനുള്ള കഴിവിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കാരണം അറിയാവുന്നൊരു ടെക്നോളജി വെറുതെ അങ്ങ് അവതരിപ്പിക്കുകയല്ല, അതൊരു കഥയുടെ ഉള്ളിൽ ചേർത്ത് അതിൽ മുഷിച്ചിലുണ്ടാക്കാത്ത രീതിയിലാണ് ഈ ഓഥർ ആ പുസ്തകത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ഡാനിക്ക് അവിടെയുള്ള ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പാരൻസും കുട്ടിയായിട്ടുള്ള ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. കെയറിങ് ആയ ഒരു ഫാദറും മദറും ഉണ്ട് ഡാനിക്ക്, ഒരു സിസ്റ്ററുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഡാനി പുതിയൊരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വളരെ സ്ലോയിലാണ് ഈ കഥ ബിൽഡ് ചെയ്ത് പോകുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ സ്പേസും ടൈമും ഒക്കെ കൊടുത്ത് വളരെ എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഡാനിയുടെ അങ്കിൾ ജോഷുവൊക്കെ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. സിസ്റ്റം എഞ്ചിനീയറായ ജോഷുവയുടെ ഹെൽപ്പോട് കൂടിയാണ് ഡാനി ഈ സിസ്റ്റത്തിനെ അപ്പാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ കൊച്ചുമോൻ്റെ ആഗ്രഹങ്ങളെല്ലാം കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുക്കുന്ന ഒരു ഗ്രാൻഡ് ഫാദറിനെ നമുക്കിവിടെ കാണാം. ശക്തമായൊരു ഫാമിലി ബോണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. പിന്നീട് കഥ ഗ്രാജുവലി മുന്നോട്ട് പോവുകയാണ്. ഈ NN3 എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും അത് എത്രത്തോളം കഴിവുള്ളതാണ്, അതിന് എന്തുകൊണ്ടാണ് അവിടെ എത്തിയത് എന്നുള്ള അന്വേഷണങ്ങളിലൂടെ കഥ മുന്നോട്ട് പോകുമ്പോൾ പുതിയ കുറേ ക്യാരക്ടേഴ്സ് കഥയിലോട്ട് വരുന്നു. അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് ആ കഥ മുന്നോട്ട് പോകുകയാണ്. പിന്നീട് അതിൻ്റെ അവസാന ഭാഗങ്ങളിലോട്ട് എത്തുമ്പോൾ വായനക്കാരെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ച് വയ്ക്കാൻ റൈറ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ആയിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ വളരെ സമയമെടുത്ത് വളരെ ഇൻവോൾവായി ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വന്നൊരു കഥ വളരെ ആസ്വദിച്ച് എഴുതി അവസാനിപ്പിച്ചതായിട്ടാണ് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത്. ഈ പുസ്തകം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ടീനേജ് കാറ്റഗറിയിൽപ്പെട്ട ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡാനി എന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ മൈൻഡിലൂടെ ഏതൊരാൾക്കും കടന്നു പോകാനൊക്കെ പറ്റും. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ഒരു കുട്ടികൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഇത് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുസ്തകം ഒരു സെൽഫ് പബ്ലിഷ്ഡ് പുസ്തകമാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. കഴിയുന്നവരെല്ലാവരും അത് വാങ്ങി വായിച്ചു നോക്കുക. വളരെ രസകരമായി വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷെല്ലാം വളരെ ലൈറ്റായ ഒരു ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. പിന്നീട് നമ്മുടെ കുട്ടികൾക്ക് റീഡിങ് സ്കിൽസ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിലെ റീഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ പുസ്തകം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ദീപേഷിൻ്റെ ഈ ഒരു പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും. കൂടുതൽ വായനക്കാരിലോട്ട് ഈ പുസ്തകം എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.
അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.